Prefabrication വീടുകൾ. നമസ്കാരം. നമ്മൾ വീടുകൾ ചെയ്യുമ്പോഴത്തേക്കും ആർക്കിടെക്ചറിൽ ഒരുപാട് ഐഡിയാസ് നമ്മൾ പറയാറുണ്ട്. ഐഡിയാസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന കോൺക്രീറ്റ് ചെയ്യുന്ന RC വീടുകൾ, പിന്നെ അതുപോലെ കൂര മേഞ്ഞ വീടുകൾ, അതിൽ തന്നെ പലതരത്തിലുള്ള കൺസ്ട്രക്ഷൻ രീതികളുണ്ട്. പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. നമ്മുടെ ഇന്ത്യക്ക് പുറത്ത് ഒരുപാട് രാജ്യങ്ങളിൽ അത് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ അധികം അങ്ങനെ ചെയ്യാനായിട്ട് ആരും ധൈര്യപ്പെടാറില്ല. പക്ഷേ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു എഞ്ചിനീയറിംഗ് രീതിയാണ്, അല്ലെങ്കിൽ ആർക്കിടെക്ചർ രീതിയാണ് പ്രീഫാബ്രിക്കേഷൻ വീടുകൾ. ഒരിക്കൽ നമ്മൾ കായംകുളത്ത് ഇതുപോലൊരു വീട് കാണിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ അപ്സ്റ്റെയർ ആയിരുന്നു പ്രീഫാബ് ചെയ്തിരുന്നത്. ഈ വീട് നിങ്ങളിപ്പോൾ കാണുന്നത് പൂർണ്ണമായിട്ടും പ്രീഫാബ്രിക്കേഷൻ രീതിയിൽ ചെയ്തെടുത്തിരിക്കുന്ന ഏകദേശം 1100 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള ടോട്ടൽ തംബ്നെയിലിൽ കണ്ടിരിക്കുന്നത് പോലെ തന്നെ 14 ലക്ഷം രൂപയ്ക്ക് തീർന്നിരിക്കുന്ന ഒരു അടിപൊളി വീടാണ്. അപ്പോൾ ഈ വീടിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ പ്രോജക്റ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ചങ്ങനാശ്ശേരി തൃക്കുടത്താനത്തുള്ള എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് സനീഷും സജിത്തും. അവരുടെ ഗാലക്സി എഞ്ചിനീയറിംഗ് വർക്ക്സാണ്. അപ്പോൾ അവരിതുപോലുള്ള വീടുകളൊക്കെ കേരളത്തിലെ എല്ലായിടത്തും ചെയ്തു കൊടുക്കുന്നുണ്ട്. അവരുമായിട്ട് നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം. ഈ വീട് യഥാർത്ഥത്തിൽ നമ്മുടെ അടൂരാണ്. അടൂർ ഏഴംകുളം അടുത്താണ്. രാജേഷ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെതാണ് വീട്. പുള്ളി ഇപ്പോൾ സ്ഥലത്തില്ല, പുള്ളി പുറത്താണുള്ളത്, വെളിയിലാണ്, ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. ലാൻഡ്സ്കേപ്പിംഗ് പ്രത്യേകിച്ചും ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുമ്പോൾ പലരും കല്ലൊക്കെ വിരിച്ച് കല്ലൊക്കെ പാകി ചെയ്യുന്നതാണെന്നാണ് കരുതുന്നത്. പക്ഷേ വൃത്തിയായിട്ട് ആ ഒരു ഏരിയ ക്ലിയർ ചെയ്യുക, മണ്ണിട്ട് ഫില്ല് ചെയ്ത് ഒരു എന്താ പറയുക, ഒരു ഷേപ്പ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. കാർ പോർച്ചിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ പ്രീഫാബ്രിക്കേഷൻ വീടിൽ മാത്രമല്ല കാർ പോർച്ച് ഒരു ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത് GIയിലാണ്, ഗാൽവനൈസ്ഡ് അയണിൽ ചെയ്തിരിക്കുന്നത്. പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന തറ. ഇനി അതിൻ്റെ മുകളിൽ കൂടെ ഷീറ്റാണ് പോയിരിക്കുന്നത്. അതായത് ഈ വീടിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു ഷീറ്റ് എന്നുള്ള ഒരു സിമിട്രി കൃത്യമായിട്ട് വരത്തക്ക രീതിയിൽ ഒരു വൈറ്റ് കളർ കൊടുത്തിരിക്കുന്നു. ഈ വീടിൻ്റെ ഒരു കളറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇൻഡിഗോ ബ്ലൂ വൈറ്റ് എലമെൻ്റ് ഉണ്ട്. അതുപോലെ ക്ലാഡിങ് വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റീൽ ഗ്രേ, അത് സെറാമിക് ഓടാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റീൽ ഗ്രേ കളർ വയ്ക്കുന്നത്. റൂഫിങ് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത് സെറാമിക് ഓടാണ്. സെറാമിക് ഓടിൻ്റെ കൂര വന്നിരിക്കുന്നത് GIയിലാണ്. ഇതിനകത്ത് പൂർണ്ണമായിട്ടും വർക്ക് GIയിലാണ്. ഇനി നമുക്കിതിൻ്റെ ഫൗണ്ടേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും PCC ആയിരിക്കുന്നത്. അതായത് ഫൗണ്ടേഷൻ പെർഫെക്റ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് PCC ചെയ്ത് ബീമിൽ കയറ്റിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പില്ലർ വാർത്ത് ബീമിൽ കയറ്റിയിരിക്കുകയാണ്. നമുക്കിതിൻ്റെ സിറ്റൗട്ടിലേക്ക് വരാം. ഓപ്പൺ സിറ്റൗട്ട് കൊടുത്തിരിക്കുന്നു. ഓപ്പൺ സിറ്റൗട്ട് എന്ന് പറയുമ്പോൾ അതിൽ വന്നിരിക്കുന്നത് ടൈലാണ്, നമ്മുടെ GVT ടൈൽ വന്നിരിക്കുന്നു. ഇതുമെല്ലാം നമ്മുടെ GVT ടൈൽ കൊണ്ട് ചെയ്തിരിക്കുന്ന ഓപ്പൺ സിറ്റൗട്ട്. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ, പൂർത്തിയാവുന്നതേ ഉള്ളൂ. അതിന് മുന്നേ നമ്മൾ എടുക്കുകയാണ് ചെയ്തത്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് V പ്ലാങ്ക്സ് എന്നാണ്. V ബോർഡിൻ്റെ, അതായത് പ്രീഫാബ്രിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് V ബോർഡ്. അതായത് സിമെൻറ്റ് ഫൈബർ ബോർഡ്. അതിൽ V പ്ലാങ്ക്സ് എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് പെയിൻറ്റ് ചെയ്തിരിക്കുന്നു. അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ് പോയിരിക്കുന്നു. ഇത് എല്ലാം തന്നെ സൗണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ആ ഒരു V ഇൻഫിൽ എന്ന് പറഞ്ഞ V പാനലിലാണ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുന്നത് നമ്മുടെ അലൂമിനിയത്തിൻ്റെ വിൻഡോസാണ്. അലൂമിനിയം വിൻഡോസ്. ഇതുപോലെ നടുക്ക് കൊടുത്തിരിക്കുന്നത് നമ്മുടെ GIയുടെ സ്ട്രക്ചറാണ്. GI സ്ട്രക്ചർ വിത്ത് അലൂമിനിയം വിൻഡോസ് പോയിരിക്കുന്നു. ഇവിടെ എല്ലാം വന്നിരിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ V ഇൻഫിൽ എന്ന് പറയുന്ന V പാനൽ തന്നെയാണ്. V ബോർഡല്ല, ഒന്നുകൂടെ ശ്രദ്ധിക്കുക, അത് V പാനലാണ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ പോയിരിക്കും. നമ്മളിപ്പോൾ സിറ്റൗട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത് ഒരു വിൻഡോ കൊടുത്തിരിക്കുന്നു. ഒരു എന്നാ പറയുക, നീളത്തിൽ വിൻഡോ പോയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഡോറിലേക്ക് വരാം. ഡോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്റ്റീൽ ഡോറാണ്. അതായത് GI എങ്ങനെ നമ്മൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റീൽ ഡോറാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള പ്രീഫാബ്രിക്കേഷൻ ചെയ്യുമ്പോഴത്തേക്കും പലരുടെയും ഒരു തെറ്റായ ധാരണയാണ് ഇവിടെ നമുക്ക് ബാക്കിയുള്ള ഡോറുകൾ വെക്കുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടുണ്ടെന്ന്. അല്ല, കൃത്യമായിട്ട് നമുക്ക് വെച്ച് പോകാം എന്നുള്ളതാണ് പ്രത്യേകത. ബാക്കി ഇവിടെ ലൈറ്റും സീലിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സീലിംഗും വന്നിരിക്കുന്നത് നമ്മുടെ V ബോർഡിൻ്റെ സീലിംഗിൽ നമ്മൾ പാനൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് അകത്തായി കയറാം. സ്റ്റീൽ ഡോറാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഡബിൾ ഡോറായിട്ടുള്ള സ്റ്റീൽ ഡോർ കൊടുത്തിരിക്കുന്നു. ഡബിൾ ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 120 സെൻറ്റിമീറ്റർ വീതി വരുന്ന ഡോറ് വന്നിരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ തന്നെ ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ GVT ഗ്ലോസി ടൈപ്പ് ടൈലുകളാണ് വന്നിരിക്കുന്നത്. ഇനി എല്ലാവർക്കും തോന്നുന്ന ഈ ഒരു ഭിത്തി എന്താണ് എന്നുള്ളതാണ്. ഇതും V ഇൻഫിൽ വെച്ച് ചെയ്തിരിക്കുന്ന ഭിത്തിയാണ്. നമ്മുടെ ഒരു V ബോർഡിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. ആ V ബോർഡിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് V ഇൻഫില്ലിനെ കുറിച്ച്. അതിനകത്ത് തെർമോക്കോളും അതുപോലെ നമ്മുടെ സിമെൻറ്റ് കൊണ്ടുള്ള ഒരു ബബിൾസ് എല്ലാം കൂടെ ചേർത്തിട്ട് വരുന്ന ഒരു ഫില്ലിംഗ് സാധനമാണ് V ഇൻഫിൽ എന്ന് പറയുന്നത്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ V ഇൻഫില്ലാണ് ഇവിടെ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത്. ഒരു ഇറഗുലർ ഷേപ്പ് ഒന്നുമല്ല, വളരെ നല്ല ഷേപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നു. അതുപോലെ ഇനി നമുക്ക് വരേണ്ടത് നമ്മുടെ TV യൂണിറ്റാണ്. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓപ്പൺ കോൺസെപ്റ്റാണ് പൂർണ്ണമായിട്ടും പോയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു 1100 സ്ക്വയർ ഫീറ്റാണ്. അതുപോലെ 3 BHK ആണ്.
നമ്മുടെ വില നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 14 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത് ഇൻറ്റീരിയർ ഉൾപ്പെടെ. ഇനി ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് നമ്മുടെ മറൈൻ പ്ലേയുടെ പ്ലസ് മൈക്ക ലാമിനേഷൻ വന്നിരിക്കുന്നു. മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും PVC പാനലിംഗ് ആണ് പോയിരിക്കുന്നത്. അതായത് ഫോൾ സീലിംഗ് ചെയ്തിരിക്കുന്നത് PVC കൊണ്ടാണ്. ഈ ഫോൾ സീലിങ്ങിൻ്റെ മുകളിലാണ് നമുക്ക് GIയുടെ കൂരയടിച്ച് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ എന്തിട്ടിരിക്കുന്നത് നമ്മുടെ ഓട് വന്നിരിക്കുന്നത്. ഇനി ഇത് ലിവിങ് ഏരിയ ആണ്. ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയ വരുന്നത്. ബാക്കി ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇടുന്നതേ ഉള്ളൂ, ഇട്ടവർ താമസം തുടങ്ങുന്നേ ഉള്ളൂ. നമ്മളതിന് മുന്നേ ഈ വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. ഇനി ലിവിങ് ഏരിയയിൽ നിന്ന് അങ്ങോട്ട് വരുമ്പോൾ സീംലെസ് ആയിട്ടുള്ള ഒരു സീ ത്രൂ കിട്ടാനായിട്ടാണ്, ആ ഒരു ലുക്ക് കിട്ടാനായിട്ടാണ് ഈ ഒരു ഏരിയ ഫുള്ള് GIയിൽ വർക്ക് ചെയ്തിട്ട് അവിടെ തന്നെ ഈ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ ബോക്സുകൾ പോലെയുള്ള ഒരു ഡെക്കറിങ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് GI ആണ്. സ്ട്രക്ചർ പൂർണ്ണമായിട്ടും GI ചെയ്തിരിക്കുന്നു. ബാക്കി ഇത് മൊത്തം ചെയ്തിരിക്കുന്നത് V ബോർഡാണ്. അത് V പാനലല്ല, V ബോർഡ് ചെയ്തിരിക്കുന്നു. അതായത് 6 mm അല്ലെന്നുണ്ടെങ്കിൽ 8 mm V ബോർഡ് വെച്ചിട്ട് ബോക്സ് അടിച്ചിരിക്കുകയാണ്. GIയുടെ സ്ട്രക്ചർ കാണാൻ സാധിക്കും. ഇതെല്ലാം അങ്ങനെ പോയിരിക്കുന്നതാണ്. അതായത് ലിവിങ്ങും ഡൈനിങ്ങും തമ്മിൽ തിരിക്കുന്ന ഒരു പാർട്ടീഷൻ വോളായിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഇവിടെ ഈ ബോക്സ് എല്ലാം ചെയ്തിരിക്കുന്നത് നമ്മുടെ V ബോർഡിൽ തന്നെയാണ്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടു ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫിക്സഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അടിച്ചിരിക്കുന്നത് GIയിലാണ്. ഇനി ഈ ഒരു ഡോറും വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റീൽ ഡോറാണ്. ഇനി വരുന്നത് കിച്ചണാണ്. മോഡുലാർ കിച്ചൺ ആണോ എന്ന് ചോദിച്ചാൽ മോഡുലാർ കിച്ചൺ അല്ല. ഈ വീടിൻ്റെ ഈ പ്രീഫാബ്രിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ വീടിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ പറയാം. ഇവർ ഒന്നും തന്നെ ക്ലോസ് ചെയ്തിട്ടില്ല. ആ വോളാണെങ്കിൽ പോലും ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഒരു ചെറിയൊരു 1100 സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. അത് ചെയ്യുമ്പോഴത്തേക്കും വളരെ ഭംഗിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു എന്താ പറയുന്നത് ഒരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ ഇവിടെ കൊടുത്തിരിക്കുന്നു. അത് ചെയ്തിരിക്കുന്നത് GVT ടൈലിലാണ്. GVT ടൈലിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു കളർ വന്നിരിക്കുന്നത്. നാനോ വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരത്തില്ല, ആ ഫുള്ളായിട്ടുള്ള വൈറ്റ് കളർ കിട്ടും. നമ്മൾ പല വീഡിയോസിലും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഏരിയ ഇവിടെ പോയിരിക്കുന്നു. അതിൻ്റെയും താഴെ വന്നിരിക്കുന്നത് എന്താണ് V ബോർഡാണ്. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് സിമൻറ്റ് ഫൈബർ ബോർഡാണ്. V ബോർഡ് എന്ന് പറയുമ്പോൾ ഒരു ബ്രാൻഡ് പറയുന്നത് നിങ്ങൾ വിചാരിക്കരുത്. സിമൻറ്റ് ഫൈബർ ബോർഡാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ ഇവിടെയും ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയും ചെയ്തിരിക്കുന്നത് V ബോർഡ് വെച്ച് ചെയ്തിരിക്കുന്നു. ഈ പറയുന്ന GIയുടെ സ്ട്രക്ചറാണ് അടിച്ചിരിക്കുന്നത്. അതായത് മോഡുലാർ ആണോ എന്ന് ചോദിച്ചാൽ മോഡുലാർ അല്ല. അതേസമയം GIയുടെ സ്ട്രക്ചറാണ് ഈ പൂർണ്ണമായിട്ടും ഈ ഒരു കിച്ചണിൽ പോയിരിക്കുന്നത്. ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും GIയുടെ സ്ട്രക്ചർ കാണാൻ സാധിക്കും. താഴെ എല്ലാം തന്നെ നമ്മുടെ V ബോർഡ് അടിച്ച് അതിൻ്റെ മുകളിലോട്ട് ഈ പറയുന്ന ഒരു മോഡുലാർ പോലെ ഈ കിച്ചൺ ചെയ്തിരിക്കുന്നു. മോഡുലാർ കിച്ചൺ എന്ന് വേണം നമുക്ക് പറയാം. കാര്യം ഇത് നമുക്ക് അഴിച്ചു മാറ്റി വേറെ സ്ഥലത്തൊക്കെ കൊണ്ടുപോകാൻ സാധിക്കും. ഇതെല്ലാം തന്നെ അലുമിനിയം ACP ആണ് ചെയ്തിരിക്കുന്നത്. അലൂമിനിയം വിത്ത് ACP ഡോറുകൾ കൊടുത്തിരിക്കുന്നു. അവിടെ ആക്സസറീസ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ആക്സസറീസ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പ്ലേറ്റ് റാക്കാണ്. താഴെ വരുമ്പോഴത്തേക്കും ഇവിടെയും പ്ലേറ്റ് റാക്ക് വന്നിരിക്കുന്നു. ഇനി ഇവിടെ നമുക്ക് കൊറോസൽ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്നും തന്നെ നമ്മുടെ സോഫ്റ്റ് ക്ലോസ് ആയിട്ടല്ല, നോർമലിയുള്ള ഓട്ടോ ക്ലോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം മാഗ്നറ്റിക് ക്യാപ്ചറുമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ ചെന്ന് അവിടെ കൃത്യമായിട്ട് നിൽക്കത്തക്ക രീതിയിലുള്ള മാഗ്നറ്റിക് ക്യാപ്ചർ കൊടുത്തിരിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഹുഡ് ആൻഡ് ഹോബാണ് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് ജനാലകൾ ചെയ്തിട്ടുണ്ട്. ഇതും വന്നിരിക്കുന്നത് GIയുടെ സ്ട്രക്ചർ അടിച്ച് അതിൻ്റെ മുകളിലേക്ക് അലൂമിനിയം വിൻഡോസ് വന്നിരിക്കുന്നു. ടോപ്പ് ആൻഡ് ബോട്ടം നമുക്ക് ശരിക്കും പറഞ്ഞാൽ കർക്കേസുകൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഇവിടെ നമുക്ക് അലൂമിനിയത്തിൻ്റെ അത് ACP അലൂമിനിയാണ് വന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കും ഗ്ലാസ് ഇട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ എല്ലാ രീതിക്കുമുള്ള ഒന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഭംഗി തോന്നത്തക്ക രീതിയിലുള്ള ഏരിയ ആണ് ഈ പോയിരിക്കുന്നത്. ഇവിടെ എല്ലാം ടൈലുകൾ നമ്മൾ സാധാരണ കിച്ചൺ ടൈലുകൾ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഏരിയ ഫിക്സഡ് ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്. അലൂമിനിയത്തിൻ്റെ ഒരു ഇതിട്ടുണ്ട്, അലൂമിനിയം തന്നെ ചെയ്തിരിക്കുന്നു. ഇതിൽ സ്ലൈഡിങ് ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഡബിൾ ബോളാണ് സിങ്ക് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഫോസറ്റും കാര്യങ്ങൾ നിങ്ങൾ ഈ കാണുന്ന പോലെ വളരെ ഗംഭീരമായിട്ട് ഇതിൻ്റെ ഒരു കളർ സിമെട്രി കൃത്യമായിട്ട് കൊണ്ടത്തക്ക രീതിയിൽ വന്നിരിക്കുന്നു. ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു കളർ സിമെട്രി എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് ഗ്രേ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ഇവിടെയും സീലിംഗ് ചെയ്തിരിക്കുന്നത്, സീലിംഗ് എല്ലാം കോമൺ ആണ്. എല്ലായിടത്തും ചെയ്തിരിക്കുന്നത് നമ്മുടെ PVCയുടെ സീലിംഗ് വന്നിരിക്കുന്നു. അതിൽ നിന്നെല്ലാം തന്നെ സീലിംഗ് ലൈറ്റ് ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡെക്കറിങ് ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇനി ഈ തറ പൂർണ്ണമായിട്ടും ഞാൻ ആദ്യം പറഞ്ഞതിന് പ്രകാരം ഇതിൻ്റെ ഫ്ലോർ നിൽക്കുന്നത് GIയുടെ സ്ട്രക്ചറിലാണ്. GIയുടെ സ്ട്രക്ചർ അടിച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ V ബോർഡ് ഇട്ട് ഫിനിഷ് ചെയ്ത് അതിൻ്റെ മുകളിലാണ് എന്തിട്ടിരിക്കുന്നത് ഈ പറഞ്ഞ ടൈലിട്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് അതിനകത്ത് കിട്ടുമെന്ന് അറിയത്തില്ല. ഇതാണ്. ഒന്നുകൂടെ നമുക്ക് കൃത്യമായിട്ട് ഞാൻ പറയാം. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ഇതാണ് ഇതിൻ്റെ സൗണ്ട്. അതായത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്താ പറയുക നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെയുള്ളൊരു ഏരിയയാണ് ശരിക്കും പറയാം ഇതിൻ്റെ ഫ്ലോറിങ് പൂർണ്ണമായിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് കയറാം.
ബെഡ്റൂമിലേക്ക് വരുമ്പം ഇത് അതിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും വന്നിരിക്കുന്നു. നമുക്ക് നടക്കുമ്പോഴത്തേക്ക് ആ ഒരു സൗണ്ട് ഫീൽ ചെയ്യും. നല്ല രസമുള്ളൊരു സൗണ്ടാണ് കേട്ടോ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും 2x2 ടൈൽ കൊടുത്തിരിക്കുന്നു. 2x2 പഴയ സൊല്യൂബിൾ സോൾട്ട് നിങ്ങൾ കേട്ടിരിക്കും, അതാണ് ഇവിടെ പോയിരിക്കുന്നത്. റേറ്റ് കുറയ്ക്കാനായിട്ട് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള സംഗതിയാണ് 2x2 ടൈലുകൾ. അതിനകത്ത് ഇവിടെ നമുക്ക് വിത്ത് ഡ്രസ്സിങ് അതിനോട് ചേർന്നിട്ട് ഒരു വാർഡ്രോബും ചെയ്തിരിക്കുന്നു. വാർഡ്രോബ് പൂർണ്ണമായിട്ടും വന്നിരിക്കുന്നത് അലൂമിനിയം ACB ആണ്. അലൂമിനിയം ACB ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ ബഡ്ജറ്റ് കുറയ്ക്കാൻ സാധിക്കും. ഈ ഒരു 1100 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് നമുക്ക് ഈ പറഞ്ഞ 14 ലക്ഷം രൂപയ്ക്ക് തീർക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടി വരിക. ഇനി ബാത്റൂമിലേക്ക് വരാം. ഡോറ് വന്നിരിക്കുന്നത് FRP ഡോറാണ്. താഴെ ഈ ബാത്റൂം ഏരിയ അവർ കോൺക്രീറ്റ് ചെയ്ത് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നാളെ ഒരു ഇഷ്യൂ വരാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ബാത്റൂം ടൈല് തന്നെ ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നു. നമ്മുടെ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ടൈല് 12x8 എന്നുള്ള സൈസിലുള്ള ടൈല് നമ്മുടെ ഭിത്തിയിൽ പോയിരിക്കുന്നു. പൂർണ്ണമായിട്ടും ഫുള്ള് ചെയ്തിട്ടില്ല, പകുതി മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതായത് ഈ ബാത്റൂമും ചെയ്തിരിക്കുന്നത് ആക്ച്വലി വി ബോർഡിലാണ് എന്ന് പറഞ്ഞു വന്നത്. ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തെ ഇവിടെ 2 റോമൻ ബ്ലൈൻഡ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ റൂം വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡോറ് ശരിക്കും ഫ്ലഷ് ഡോറാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ടോട്ടലി 3 ബെഡ്റൂംസ് ആണെന്ന് പറഞ്ഞിരുന്നു. നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് അടുത്ത ബെഡ്റൂം വരുന്നത്. ആ ബെഡ്റൂമിൻ്റെ സൈസ് ഏകദേശം 12 ആണ്. ഇതിൻ്റെയും സൈസ് 12 സൈസ് തന്നെയാണ്. ഇവിടെ വരുന്ന കബോർഡ് ഒരു L ഷേപ്പ് കബോർഡ് പോയിരിക്കുന്നു. ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ നമ്മുടെ അലൂമിനിയം ACP തന്നെയാണ്. അവിടുത്തെ പോലെ തന്നെ ഏകദേശം വന്നിരിക്കുന്ന രീതിയിൽ ഉള്ള കബോർഡ് വർക്കാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇവിടെയും ഈ പറഞ്ഞ പോലെ നമുക്ക് ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഈ ഡ്രസ്സിങ് യൂണിറ്റും ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെയും ഉണ്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബാത്റൂം. നമ്മൾ അപ്പറേ പറഞ്ഞത് അത് ഏത് രീതിയിൽ ബാത്റൂം ചെയ്തിരിക്കുന്നോ അതിനോട് ഡിറ്റോ ആയിട്ട് നമ്മുടെ ടൈലിൻ്റെ കളറിലൊക്കെ വ്യത്യാസം വന്നേക്കാം, പക്ഷേ അതുപോലെ തന്നെ ബാത്റൂം നമ്മൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനിടയ്ക്ക് പറയാതെ വിട്ടൊരു കാര്യമുണ്ട്. അത് നമ്മുടെ ഡൈനിങ് ഏരിയ ഇവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അന്നേരം വാഷ് കൗണ്ടർ നമ്മൾ ആലോചിക്കുമല്ലോ. ഇതാണ് നമ്മുടെ വാഷ് കൗണ്ടർ വരുന്നത്. താഴെ വരുന്നത് അലൂമിനിയം ACP തന്നെയാണ്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് GVT ടൈൽ വെച്ച് ചെയ്തിരിക്കുന്നു. മുകളിൽ വന്നിരിക്കുന്ന വാഷ് ബേസിൻ ഒരു ഡെക്കറിങ് ടൈപ്പ് വാഷ് ബേസിൻ വന്നിരിക്കുന്നു. വിത്ത് ഇതിൻ്റെ കളറിനോട് ചേർന്നിട്ടുള്ള കളർ സിമെട്രിയുള്ള ഫോസറ്റ് വന്നിരിക്കുന്നു. ഇത് വരുമ്പോഴത്തേക്കും ടച്ചാണ്. നമ്മൾ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മുടെ തന്നെ വീഡിയോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടച്ച് മിറർ പോയിരിക്കുന്നു. അതിൻ്റെ ഇവിടെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ബാക്കിൽ പോയിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു കോമൺ ബാത്റൂമും കൂടിയുണ്ട്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കോമൺ ബാത്റൂമും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതായത് ഈ വീട് A to Z പ്രീ ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്ന വീടാണെന്നാണ് പ്രത്യേകത. ഇനി അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു ഏരിയ പോയിട്ടുണ്ട്. ഇത് 3ാമത്തെ ബെഡ്റൂമാണ്. ഇതിനകത്ത് ഇവരുടെ കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ പണി കഴിഞ്ഞിട്ടുള്ളൂ, സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അത് വെച്ചിരിക്കണം, അതുകൊണ്ട് അത് കാണിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ പ്രീ ഫാബ്രിക്കേഷൻ്റെ ഒരു പ്രത്യേകത, ഒന്ന് ഇതിൻ്റെ റേറ്റാണ്, 2 ഇത് ചെയ്യാനായിട്ട് നമ്മളൊരു വീട് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ എൻ്റെ വീടൊക്കെ ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഈ മഴയത്തൊക്കെ വരുമ്പോഴത്തേക്ക് 1 വർഷത്തോളം എടുത്തേക്കാം, കുറഞ്ഞതൊരു 9-10 മാസം കണക്കാക്കാം. ഇത് 90 ദിവസം കൊണ്ട് തീർന്ന വീടാണ്. ഇനി നമ്മുടെ ഉടമസ്ഥൻ ഇവിടെ ഇല്ല, അദ്ദേഹം സ്ഥലത്തിൽ, ഞാൻ പറഞ്ഞില്ല അദ്ദേഹം പുറത്താന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഗാലക്സിയുടെ അവരുമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. അവരുടെ സർവീസും കാര്യങ്ങളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് നമ്മുടെ സജിത്തും സനീഷുമാണ്. ഗാലക്സി എഞ്ചിനീയറിംഗ് വർക്ക്സ്, അതല്ലേ നമ്മുടെ ഫേമിൻ്റെ പേര്? ഓക്കെ. അതായത് നിങ്ങൾ ചെയ്യുന്നത് പ്രീ ഫാബ്രിക്കേഷൻ ആയിട്ടുള്ള വർക്ക് തന്നെയാണോ അതോ? അല്ലല്ല, നമ്മൾ പ്രീ ഫാബ്രിക്കേഷൻ വർക്കുകൾ മാത്രമല്ല, നമ്മൾ സിവിൽ കൺസ്ട്രക്ഷൻ വർക്കുകളും പ്രീ ഫാബ് വർക്കുകളും പിന്നെ നമുക്ക് ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. അതായത് റൂഫ് വർക്കുകളെ, ഷട്ടർ, SS-ന്റെ ഹാൻഡ്രൽ, അങ്ങനത്തെ സ്ട്രക്ചർ വർക്ക് കംപ്ലീറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്, പൂർണ്ണമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരു സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ്, ഒരു ഡബിൾ സ്റ്റോറി ബിൽഡിംഗ് ആണെങ്കിൽ എത്ര ദിവസം കൊണ്ട് അതിന് സമയം മാറ്റം വരും? നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. 3 മാസം കൊണ്ട് ചെയ്തെടുക്കാം. വർക്കിന്റെ ഏരിയ ഡിസൈൻ അനുസരിച്ച് നമുക്ക് ഡിലേകൾ വരത്തുള്ളൂ. ചില ആൾക്കാർ കൺസെപ്റ്റ് വേറെ ആയിരിക്കുമല്ലോ. ഇന്റീരിയർ വർക്ക് വരുന്നതുണ്ട്, അതുപോലെ തന്നെ ഔട്ട് സൈഡിലൊക്കെയാണ് ഒരുപാട് ഡിസൈൻ വർക്ക് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള താമസമുണ്ട്. ഇവിടെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തേക്കണം? എക്സ്ട്രാ ആയിട്ട് കോസ്റ്റ് അങ്ങനെ ആയിട്ടില്ല. നമുക്കിപ്പോൾ നോർമൽ ഉള്ള വർക്കുകളിനകത്ത് നമ്മളിപ്പം കിച്ചൺ കബോർഡ് നമുക്കിപ്പോൾ ഇത് സ്ലാബ് വാർക്കണമെങ്കിൽ നമുക്ക് ചിലവ് കൂടുതലാണ്. സ്ലാബ് വാർക്കണം ഇത് നമ്മളിപ്പം ഇരുമ്പിൽ സ്ട്രക്ചർ ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ മാത്രം ബോർഡ് ചെയ്തിരിക്കും, അതിന്റെ മുകളിലേക്ക് ടൈൽ ഇട്ടേക്കും. അപ്പൊ നമുക്ക് ഇത് കണ്ടില്ല, ഇത് ബോക്സ് ആണ്. ഓക്കെ. ഈ ബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് ചാർജ് കൂടും. അതായത് ഫുള്ള് 4 സൈഡും കവറിംഗ് ആണ്, നമുക്ക് ചാർജ് കൂടും. ഇവിടെ നമ്മുടെ ഫ്രണ്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ ഫ്രണ്ട് പോർഷനിൽ കാണുമ്പോൾ അറിയാൻ പറ്റും റേറ്റ് വളരെ കുറഞ്ഞിരിക്കും. യെസ്. ഇതിനൊരു ഗ്യാരണ്ടി വാറണ്ടി ആൾക്കാർ ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുമോ വീടിന്റെ കേസിൽ? തീർച്ചയായിട്ടും സാധിക്കും. സാധാ ഒരു വീടിന്റെ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കും. അതെ, തീർച്ചയായിട്ടും സിവിൽ കൺസ്ട്രക്ഷൻ എത്ര ഗ്യാരണ്ടി കൊടുക്കും അത്രയും നമുക്ക് കൊടുക്കാൻ പറ്റും, സാധിക്കും. ഇനി നിങ്ങളുടെ സർവീസ് കേരളത്തിൽ എവിടെയൊക്കെ ചെയ്യുന്നുണ്ട്? നമുക്ക് കേരളത്തിൽ എല്ലായിടത്തും ചെയ്യാൻ കൊടുക്കാം. എല്ലായിടത്തും നമുക്ക് ഈ അതായത് നമ്മുടെ ഈ ലൊക്കാലിറ്റിയിൽ അടുത്ത്, അതായത് ഞാൻ കോട്ടയം ജില്ലക്കാരൻ, കോട്ടയത്തിന് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് നമുക്ക്
കുറച്ച് കോസ്റ്റ് നമ്മുടെ ഈ നോർമൽ കോസ്റ്റ് നമുക്ക് പോകാൻ പറ്റും. പിന്നെ നമുക്ക് ട്രാൻസ്പോർട്ടിംഗ് എക്സ്പെൻസ്. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് കാസർഗോഡ് പോയി ചെയ്യുവാണെങ്കിൽ എനിക്ക് അതിനകത്ത് ട്രാൻസ്പോർട്ട് സ്വാഭാവികമാണല്ലോ, അത് മാത്രമാണ് എക്സ്ട്രാ വരുന്നത്. അത് മാത്രമേ വ്യത്യാസം വരുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇവരുടെ സർവീസ് കേരളത്തിൽ എല്ലായിടത്തും ലഭിക്കും. നോർമലി ഒരു വീട് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ രീതി അല്ല, അതിൽ നിന്ന് വ്യത്യസ്തമാണ്. കേരളത്തിന്റെ വെളിയിലായാലും വെളിയിൽ സാധിക്കും. ഓക്കെ, നടക്കുന്നുണ്ട്, വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവരുടെ നമ്പർ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കാൻ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. കേരളത്തിനകത്തും പുറത്തും വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ്. ബാക്കി ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പ്രൊജക്റ്റ് തന്നതിന് ഇത്രയും സമയം തന്നതിന് താങ്ക് യു രണ്ടുപേർക്കും. താങ്ക് യു സോ മച്ച്. എപ്പോഴും നമ്മളൊരു വീടിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും പല ആൾക്കാരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ബഡ്ജറ്റിൽ കുറവ് വരുത്തുക എന്നുള്ളതല്ല, അത് ക്വാളിറ്റിയോട് കൂടിയുള്ള ബഡ്ജറ്റിംഗ് നടപ്പാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ശരിക്കും പ്രീഫാബ്രിക്കേറ്റഡ് ഹോമുകൾ. ഇനി നമ്മുടെ നാട്ടിൽ ഒരുപാട് വരും എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കമ്പനികളും അതനുസരിച്ച് വരട്ടെ എന്നും കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കുക, ലൈക്കും ഷെയർ ചെയ്യുക, പ്രധാനമായിട്ടും കമൻറ്റ് ഇടുക. മറ്റൊരു മികച്ച വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും. അതുവരെയും അജയ് ശങ്കർ സൈനിങ് ഓഫ്.